ഇപ്പൊ നാടാണോ വിദേശമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പൊ വിദേശത്തോട്ട് പോകുന്നുണ്ട്. അതൊരു ട്രെൻഡാണ് ഇപ്പോൾ. അതായത് കാനഡ, USA, UK, ഓസ്ട്രേലിയ, യൂറോപ്പ് അതർ കൺട്രീസിലോട്ടൊക്കെ ആൾക്കാർ പഠിക്കാനും ജോലിക്കായിട്ട് പോകുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് തോന്നും എങ്ങനെയെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ ആയാൽ മതി എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. കുറെ കാലം അവിടെ താമസിക്കുമ്പോൾ അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സാലറിയാണ്. അതായത് ഇന്ത്യയിൽ ഒരു ജോലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20,000 തൊട്ട് 30,000 രൂപ വരെ കിട്ടും. മാക്സിമം കൂടി പോയി ഒരു 50,000 വരെ കിട്ടും. പക്ഷേ ഇതേ ജോലി നമ്മൾ വിദേശത്ത് പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.5, 2 ചിലപ്പോൾ 3 അതിൽ കൂടുതൽ കിട്ടാം. നമ്മളെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ചൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത്. ഞാൻ ഈ 20,000 രൂപയെന്ന് പറഞ്ഞു. പക്ഷേ അതിലും കുറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ശമ്പളത്തിന്. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ മണിക്കൂറിനാണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ഇത്ര ഡോളർ അല്ലെങ്കിൽ പൗണ്ട് ഇത്ര കിട്ടും നിങ്ങൾക്ക്. അതിനെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് പേ ഉണ്ട് അവർക്ക്. നമ്മളിവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ബേസിക് പേയോ ഒന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും നമ്മളെ ആ ഒരു ഓണർ തീരുമാനിക്കുക നമുക്ക് എത്ര ശമ്പളം കൊടുക്കണമെന്ന്. അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാം എംപ്ലോയീസ്. പക്ഷേ അവിടെ അങ്ങനെയല്ല. അവിടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇത്ര ബേസിക് പേ എല്ലാ വർഷവും ഇത്ര ബേസിക് പേ വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഏത് ജോലിക്കും അതിന്റെ ഇതുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും വിദേശത്തോട്ട് പോകാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ജീവിത ചെലവാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കണമെങ്കിൽ നമ്മളിപ്പോൾ റെന്റിനാണെങ്കിൽ പോലും നമുക്ക് ഒരു അത്യാവശ്യം ഒരു എമൗണ്ടിൽ നമുക്ക് കുറഞ്ഞ റെന്റിനൊക്കെ ഇവിടെ വീടുകൾ കിട്ടും. അപ്പൊ നമുക്കൊന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ വിദേശത്താണ് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ റെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-1.5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഏറ്റവും കുറവ്. അത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് മാറും. അത് വേറെ കാര്യം. നിങ്ങൾ ഷെയർ ചെയ്താണ് താമസിക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ റെന്റ്, നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മളെ ഇൻഷുറൻസ്, ഗ്രോസറി, പിന്നെ ചൈൽഡ് കെയർ ഉണ്ടെങ്കിൽ ചൈൽഡ് കെയർ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല. ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ നമുക്ക് സാലറി ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ടാക്സും കൊടുക്കണം ഗവൺമെന്റിന്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ബൈ ഹാൻഡ് കിട്ടത്തില്ല. അതിൽ നമ്മൾ ഈ ചെലവും നോക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് സേവിങ്സ് ഒന്നും കാണത്തില്ല. പക്ഷേ അതേ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഫാമിലി സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ റെന്റിനാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ അത്ര വരത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ ശമ്പളമാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ വിദേശത്ത് പോകുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര ഇതാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഇതാണ്. നമുക്ക് നാട്ടിൽ ഇപ്പോൾ സ്വന്തം വീടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. ചെറിയ ചെറിയ ജോലി ചെയ്തൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവാം. അപ്പോൾ ഇതേ സ്ഥാനത്ത് നമ്മൾ വിദേശത്താണ് പോകണമെങ്കിൽ നമുക്ക് അവിടെ വാടക കൊടുക്കാൻ തന്നെ നമ്മൾ ജോലിക്ക് പോയേ പറ്റൂ. ചുമ്മാ ഇരിക്കാൻ പറ്റൂല. ഏറ്റവും കുറഞ്ഞ വാടകയായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് വിദേശത്തും നാടും തമ്മിലുള്ള. അടുത്തത് പറഞ്ഞാൽ ഫാമിലിയാണ്. അതായത് നമ്മൾ നാട്ടിലാണ് താമസിക്കണമെങ്കിൽ നമുക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും കാണും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഇവരൊക്കെ ഇടപെടും. പിന്നെ അതുപോലെ നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനും പോവാം നാട്ടിലാണ്. പക്ഷേ ഇതേ സ്ഥാനം നമ്മൾ വിദേശത്താണെങ്കിൽ നമ്മൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യണമെങ്കിലും ഇപ്പോൾ കുക്കിംഗ് ചെയ്യണമെങ്കിലും ക്ലീനിങ് ചെയ്യണമെങ്കിലും ഇപ്പോൾ ബിൽ പേയ്മെന്റ്, അപ്പോയിന്റ്മെന്റ്സ് ഇതെല്ലാം നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവും അങ്ങനെ ആകുമ്പോൾ. അവിടെ ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ തന്നെ തനിയെ നമ്മൾ പോയി ഡോക്ടറിനെ കാണിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പം എന്തെങ്കിലും വയ്യാതെ കിടന്നാൽ പോലും നമുക്കൊന്ന് കഞ്ഞി തരണമെങ്കിൽ വരെ നമ്മളെ വീട്ടിലെ അമ്മമാരെങ്കിലും കാണും. അതേ സ്ഥാനത്ത് നിങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വയ്യാതായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ വൈഫിനെ ആശ്രയിക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ആശ്രയിച്ചേ പറ്റൂ. അടുത്തത് പറഞ്ഞാൽ വർക്ക് കൾച്ചറാണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അത് ആ ജോലി കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അതാ കിട്ടിയാലും വർക്കിംഗ് അവേഴ്സ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് 8 അവർ തൊട്ട് 12, 14 മണിക്കൂർ വരെ പാടുപെട്ട് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ട്. അതുപോലെ ഭയങ്കര പ്രഷറായിരിക്കും. ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് നമ്മളെ പരുവാക്കി കളയും അവര് ഏകദേശം. സ്ഥാനത്ത് നമ്മൾ വിദേശത്താണെങ്കിൽ അവർക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയൊക്കെ വർക്ക് ചെയ്താൽ മതിയാവും. ശനി ഞായർ അവർക്ക് കമ്പൽസറി ആയിട്ട് ലീവാണ് അവിടെ ടൈം. അതുപോലെ ഭയങ്കര പ്രഷറൊന്നും ആയിരിക്കില്ല. അവര് മണിക്കൂറിനാണ് അവർ അവിടെ പേയ്മെന്റ് വരുന്നത്. വിദേശത്ത് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വിസ, വർക്ക് പെർമിറ്റ്, അവരുടെ ലാംഗ്വേജ് എല്ലാം നോക്കിയിട്ട് തരുള്ളൂ. ഓരോ കൺട്രിക്ക് ഓരോ പോലെ ആയിരിക്കും. ഓരോ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും നമ്മൾ. അതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ വേണം നമുക്ക്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഒരു ബാലൻസ് ആയിട്ട് പോകാൻ പറ്റും വർക്ക് ചെയ്ത്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രഷറും കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കാണില്ല വെളിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ. അടുത്തത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. അവിടെ കൂടുതൽ ആൾക്കാർ കാറാണ്. നമ്മളിവിടുത്തെ പോലെ ബൈക്കും കാര്യങ്ങളില്ല. അവരുടെ വെതറും കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലും കാറാണ് യൂസ് ചെയ്യുന്നത്. ചില സിറ്റികളിലൊക്കെ ഭയങ്കര കാറ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അവർ കൂടുതൽ ട്രാമും ബസ്സും ഇതൊക്കെ ആയിരിക്കും അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം എന്തായാലും അവിടുത്തെ ഇവിടത്തെയും കൂടി നോക്കുമ്പോൾ അവിടെ ട്രാഫിക് ഭയങ്കര കുറവാണ് അവിടെ. അടുത്തത് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, പ്രൈവറ്റ് ആശുപത്രി ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും കാണിക്കാം. ഇപ്പോൾ ഗവൺമെന്റിൽ കാണിക്കണേ ഗവൺമെന്റ് കാണിക്കാം, പ്രൈവറ്റിൽ കാണിക്കാം. ഇപ്പൊ നമ്മൾ രാവിലെ പോയാലും മാക്സിമം വൈകിട്ടിനുള്ളിൽ നമുക്ക് കാണിച്ചിട്ട് വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ ഫാമിലി ഡോക്ടർ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ ഭയങ്കര ഡിലേ ആണ്. രാവിലെ പോയാൽ നമുക്ക് കാണിച്ച് തീരാൻ പറ്റുന്നത് ചിലപ്പോൾ രാത്രിയായിരിക്കും. അത് അപ്പോയിന്റ്മെന്റ് കിട്ടാനും മാസങ്ങളെടുക്കും ചിലപ്പോൾ. ഇന്ന് വയറുവേദന, തലവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് മാസക്കണക്കിന് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ വേദന മാക്സിമം തീർന്നിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും.
ഹെൽത്ത് കെയറിന് ഭയങ്കര പ്രശ്നമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടാണ് ബെറ്റർ എന്ന് തോന്നും. പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് കിട്ടും. നമുക്ക് എന്തെങ്കിലും അസുഖം കൂടുതൽ ആണെങ്കിൽ നമുക്ക് എന്നാ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ പേയ്മെന്റ് ആവും. അവിടെ പേയ്മെന്റ് ആവില്ല. അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എല്ലാ ടാക്സ് നമ്മൾ കെട്ടുന്നതുകൊണ്ട് ഗവൺമെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയി ചെയ്യും. പക്ഷെ ഇത് കണ്ടുപിടിക്കണ്ടേ? അസുഖം ആളുണ്ടെങ്കിലല്ലേ ഈ ഫ്രീ ഓഫ് കോസ്റ്റിൽ കാര്യമുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് നാട്ടിലെ ആൾക്കാർ ലീവിന് വരുമ്പോൾ ഇപ്പൊ ഡെന്തലിനാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് വെളിനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഡെന്തലിനാണ്. പിന്നെ കണ്ണിനാണെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ഇപ്പൊ സർജറി ആണെങ്കിൽ പോലും നാട്ടിൽ വന്ന് ചെയ്തിട്ടാണ് ലീവിന് വന്നിട്ട് ചെയ്തിട്ടാണ് ആൾക്കാർ അങ്ങ് വിദേശത്തോട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇപ്പൊ പുറമെ ട്രീറ്റ്മെന്റ് ബെറ്റർ ആയിരിക്കും. പക്ഷെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാടാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷനാണ്. നാടാണോ നല്ലത് വിദേശമാണോ നല്ലത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നമുക്ക് മാക്സിമം മത്സരമാണ്. ഞാൻ അത്ര A+ വാങ്ങിച്ചു, ഇത്ര A+ വാങ്ങിച്ചു, അത്ര റാങ്ക് വാങ്ങിച്ചു, ഈ റാങ്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര മത്സരമാണ്. അച്ഛനമ്മയും ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും കുട്ടികൾക്ക്. ഇപ്പൊ ടീച്ചർമാരാണെങ്കിലും ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും. അപ്പൊ കുട്ടികൾ ഈ ഒരു പ്രഷറിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടികൾ മാനസികമായിട്ട് ഇത് ബാധിക്കും. അപ്പൊ നമ്മളെ ഈ നാട്ടിൽ ചില വിഷയങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ വെറുതെയാണ്. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജോബിന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവരും അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികൾ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും അവർക്ക് അതുപോലെ അവർ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും. അവിടെയൊക്കെ ഒരു ബുക്ക് എന്താണ് അവർ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ ഹോംവർക്ക് അങ്ങനത്തെ വലിയ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ 3ലും 4ലും പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് ആയിരിക്കും അവിടെ 8നും 10നും ഒക്കെ അവിടെ ആൾക്കാർ പഠിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷറാണ്. ഞാൻ എന്റെ കൊച്ചാണ് വലുത്. അവനെക്കാട്ടി നീ പഠിക്കണം, അല്ലെങ്കിൽ അവളെക്കാട്ടി നീ പഠിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര മത്സരമാണ്. നിനക്ക് റാങ്ക് വാങ്ങണം, നീ നല്ല പഠിച്ച് സ്കൂൾ ടോപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും. നമ്മളെ സിലബസ് ഒക്കെ മാറാനുള്ള സമയം കഴിഞ്ഞു. നമ്മൾ കൂടുതലും അങ്ങനെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ആൾക്കാർക്ക് അതിനുള്ള ജോബും കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ആൾക്കാർ വിദേശത്തോട്ട് പോവാതെ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ നോക്കുള്ളൂ. അല്ല അപ്പൊ ആൾക്കാർ വിദേശത്തോട്ട് പോകണതിന് പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രീംസുകളുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളെ ഇന്ത്യനെക്കാട്ടി നമ്മൾ കേൾക്കാത്ത വിഷയങ്ങൾ വരെ അവിടെ ഡിഗ്രിക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. അപ്പൊ അത് കാരണമാണ് കൂടുതൽ സ്റ്റുഡൻസ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് അപ്പൊ അവർ അതുകൊണ്ടാണ് അവിടെ സെറ്റിൽ ആവാൻ നോക്കുന്നത്. അവിടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ സാലറിയും ഇതെല്ലാം ഇൻക്രീസ് ആകുമ്പോൾ അവർ അവിടെ നിൽക്കാനല്ലേ നോക്കുള്ളൂ, ജോബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും അവർ നാട്ടിൽ വരാൻ നിൽക്കില്ല. അതൊക്കെയാണ് നമ്മളെ അവിടുത്തെ നമ്മളുടെ സ്റ്റഡീസിന്റെ ഒരു പ്രധാന കാര്യം അതാണ്. വിദേശത്ത് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പോൾ ചില പ്രൈവറ്റ് സ്കൂളുകളിൽ അവർ ഫീസ് ഈടാക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവരും ഗവൺമെന്റ് സ്കൂളിലായിരിക്കും അവിടെ അയക്കുന്നത്. അവിടെ നമ്മളിവിടുത്തെ പ്രൈവറ്റ് പോലെ ആയിരിക്കും അവിടുത്തെ സ്കൂളുകളെല്ലാം. അപ്പോൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും അവിടെ ഇതാക്കുന്നത്. ഇപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ച് വരുമ്പോൾ ഇപ്പോൾ ഡേ കെയർ തൊട്ട് തന്നെ തുടങ്ങാം. ഡേ കെയർ തൊട്ട് ഇപ്പോൾ ഡിഗ്രി വരെ ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് നല്ല ലക്ഷങ്ങളാവും. അപ്പോൾ അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോ പാരൻസും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫീസിനൊന്നും ഒരു കുറവും കാണില്ല. പ്രൈവറ്റ് സ്കൂളല്ലേ, അവർ മാക്സിമം ഇപ്പൊ 5 10 എത്ര അതിൽ ഒരു രൂപ പോലും കുറയത്തില്ല. ആ ഒരു എമൗണ്ട് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഓരോ വർഷവും പെർ ഇയർ ഭയങ്കരമായിട്ടുള്ള ഡൊണേഷൻസ് ആണെങ്കിലും ഇപ്പൊ ഫീസ് ആണെങ്കിലും അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ പിന്നെ മക്കളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാക്സിമം അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടെങ്കിലും ആ സ്കൂളിൽ വിട്ട് അവർ പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഫസ്റ്റ് വേണ്ടത് നമ്മളെ പഠിത്തമാണ് എന്തൊക്കെയാണെങ്കിലും. അപ്പൊ അത് കാരണം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രൈവറ്റിനോടാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ പ്രൈവറ്റിലോട്ട് പോകുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ.